യേശു കർത്താവിനെ സാത്താൻ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, യേശുവേ, ഇവിടെ ആരും അറിയത്തില്ല, എൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ, എന്നെ ആരാധിച്ചാൽ നിനക്ക് തരാം. വളരെ ഈസിയാണ്. സഭയിൽ പോകണ്ട, ഉപവാസ പ്രാർത്ഥന വേണ്ട, ഞാൻ ശരിയാക്കില്ല. ഇന്നും സാത്താൻ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. ചാനലിലൂടെ മറ്റു മാർഗങ്ങളിലൂടെ ആരുടെയെങ്കിലും ബിസിനസ് തളർക്കുന്നത് കാണുമ്പോഴോ, സാമ്പത്തികമായി അവർ വരുന്നത് കാണുമ്പോഴോ, പല രാജ്യങ്ങളുടെ അവർ പോയി പല കാര്യങ്ങൾ ചെയ്യുന്നത് കേൾക്കുമ്പോഴോ ഒരു ആത്മീയൻ വശീകരിക്കപ്പെടുന്നെങ്കിൽ ഓർത്തോണം, അതിൻ്റെ പിന്നിൽ യേശുവിനെ പരീക്ഷിച്ച അതേ സാത്താനാണ്. എങ്ങനെ ജയിക്കാം? യേശു ജയിച്ചത് തന്നെ. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം സിമ്പിളായിട്ട് ഇങ്ങനെയാണ്: സാത്താൻ, എന്നെ വിട്ടു പോകും, എൻ്റെ അപ്പം ദൈവമാണ്, അവൻ തരാത്തൊന്നും എനിക്ക് വേണ്ട. ഇതങ്ങ് പറഞ്ഞാൽ മതി. കാരണം ബുദ്ധിയിലൊന്ന് ചിന്തിച്ച്, പിശാച് എന്തൊക്കെ തന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കുഴപ്പങ്ങളുണ്ട്. അവൻ തരുന്ന 1 കോടി രൂപയേക്കാൾ ദൈവം അനുഗ്രഹിച്ചിരുന്ന 10 രൂപ നല്ലത്. വർക്ക് ചെയ്യും 10 രൂപ. തൻ്റെ ഭക്തനോ കാവൽ ഉറക്കത്തിൽ നൽകുന്നു.